أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أضلنا إلا المجرمون فما لنا من شافعين ولا صديق حميم فلو أن لنا كرة فنكون من المؤمنين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. സൂറത്ത് ശുഅറ 99-104. വമാ അളല്ലന, ഞങ്ങളെ വഴിതെറ്റിച്ചിട്ടില്ല, ഇല്ലൽ മുജ്രിമൂൻ, കുറ്റവാളികളല്ലാതെ. വമായിലെ വാവ് ഇസ്തിനാഫിൻ്റെ പുതിയൊരു വർത്തമാനം തുടങ്ങാൻ വേണ്ടി പറയുന്ന വാവുമാകാം, അല്ലെങ്കിൽ ഞങ്ങളെ വഴിതെറ്റിച്ചിട്ടുമില്ല, കുറ്റവാളികളല്ലാതെ എന്നും പറയാം. ഫമാലന, ഇപ്പോൾ ഞങ്ങൾക്കില്ല, മിൻ ഷാഫിഈൻ, ഷാഫിഅ് ശുപാർശകൻ, മിൻ ഷാഫിഈൻ ശുപാർശകരിൽ നിന്ന്, അഥവാ യാതൊരു ശുപാർശകരും എന്നർത്ഥം. വലാ സദീഖിൻ, ഒരു ചങ്ങാതിയുമില്ല, ഹമീം, ഉറ്റവനായ. ഫലൗ അന്ന ലന, എന്നാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, കറത്തൻ, ഒരവസരം, അല്ലെങ്കിൽ ഒരു ആവർത്തനം, ഫനകൂന, അപ്പോൾ ഞങ്ങൾ ആയേനെ, മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ പെട്ടവർ. ഇന്ന ഫീ ദാലിക, നിശ്ചയം അതിലുണ്ട്, ലആയത്തൻ, ഒരു ദൃഷ്ടാന്തം, അല്ലെങ്കിൽ ഒരു തെളിവ്, അല്ലെങ്കിൽ ഒരു പാഠം. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധിക പേരും വിശ്വാസികൾ ആയിട്ടുമില്ല, അല്ലെങ്കിൽ ആയിട്ടില്ലാതിരിക്കെ എന്നും പറയാം. വ ഇന്ന റബ്ബക, നിശ്ചയം താങ്കളുടെ റബ്ബ്, ലഹുവ അവൻ തീർച്ചയായിട്ടും, അൽ അസീസ് അജയ്യനാകുന്നു, അർ റഹീം കാരുണ്യവാനുമാകുന്നു. നിഷേധികൾ നരകത്തിൽ പരസ്പരം ശപിച്ചുകൊണ്ട് വിലപിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ റബ്ബുൽ ആലമീന് സമമാക്കിയ സന്ദർഭത്തിൽ ഞങ്ങൾ കടുത്ത ദലാലും മുബീനിലായിരുന്നു. നിങ്ങളെ അങ്ങനെ ആക്കാൻ എന്താണ് കാരണം? വമാ അളല്ലന ഇല്ലൽ മുജ്രിമൂൻ, കുറ്റവാളികളല്ലാതെ ഞങ്ങളെ വഴിതെറ്റിച്ചിട്ടില്ല. അഥവാ സത്യമെന്ന വ്യാജേന ആളുകളെ വഴിതെറ്റിച്ച്, അല്ലാഹുവല്ലാത്ത റബ്ബുകളെ അല്ലാഹ്ക്ക് തുല്യം പരിഗണിച്ച് ഒക്കെ വഴിതെറ്റിച്ച് കൊണ്ടു നടന്ന ആളുകളെ, അവരെ ഒന്ന് നിരീക്ഷിച്ചാൽ അനുയായികൾക്ക് തന്നെ മനസ്സിലാകുമായിരുന്നു, അവർ സ്വന്തം നിലയിൽ വലിയ ദുഷ്ടന്മാരും കുറ്റവാളികളുമായിരുന്നു. അത് ഈ അനുയായികൾക്ക് അറിയാഞ്ഞല്ല, പകരം തങ്ങളുടെ താല്പര്യത്തിനൊത്ത നേതാക്കൾ അവരാണ് എന്ന് കരുതി അവരുടെ പിന്നാലെ പോയതായിരുന്നു. ഇപ്പം അവർ ഏറ്റുപറയാണ്, ഞങ്ങളെ വഴിതെറ്റിച്ച ആളുകൾ കുറ്റവാളികളായിരുന്നു എന്ന്. എന്നിട്ടോ ഫമാ ലനാ മിൻ ഷാഫിഈൻ, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ശുപാർശകരുമില്ല. ആളുകളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി കുറ്റവാളികളായ നേതാക്കൾ ഇറക്കിയ നമ്പറുകളിലൊന്നായിരുന്നു ഈ ദൈവങ്ങളൊക്കെ. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, മക്ക മുശ്രിക്കുകൾ പറഞ്ഞിരുന്നതാണല്ലോ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ റെക്കമെൻഡുകാരാണ്. ഞങ്ങളെങ്ങനെ ജീവിച്ചാലും, ഈ നേതാക്കൾ എങ്ങനെയുള്ളവരാണെങ്കിലും ഈ റെക്കമെൻഡ് കൊണ്ടൊക്കെ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചാണ് പാവങ്ങൾ പിന്നാലെ നടന്നത്. അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ യാതൊരാളുമില്ല ഒന്ന് ശുപാർശ ചെയ്യാൻ അള്ളാഹുവിനോട്. വലാ സദീഖിൻ ഹമീം,
അതുപോലെ ഞങ്ങൾക്ക് സഹായികളും ഉറ്റവരും ബന്ധുക്കളുമൊക്കെയായിട്ട് കുറേ ആളുകൾ ഉണ്ടാകും. മുരീദ് ഷെയ്ഖ് നമുക്കറിയാലോ, ഇവിടെ എൻ്റെ മുരീദാരും നരകത്തിലില്ല. എന്നാൽ പിന്നെ മുരീദായതുകൊണ്ട് ഞാൻ എന്തായാലും നരകത്തിൽ ഉണ്ടാകില്ല എന്നൊക്കെ വിചാരിച്ച് നടന്ന ഒരുപാട് ആളുകളുണ്ട്. ഫലാ സദീഖിൻ ഹമീം, ഒരു ഉറ്റ കൂട്ടുകാരൻ, അതാണ് ഈ മുരീദ് എന്ന് പറയുന്നത്. ഉറ്റവനായ ഒരു കൂട്ടുകാരനും ഒന്ന് സഹായിക്കാനോ രക്ഷിക്കാനോ ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ അவ்விധം ഞങ്ങളെ വഴിതെറ്റിച്ച ആളുകൾ ആ കുറ്റവാളികൾ തന്നെയായിരുന്നു. ഫലൗ അന്ന ലനാ കറത്തൻ ഫനകൂന മിനൽ മുഅ്മിനീൻ, ഇനി ഞങ്ങൾക്കൊരവസരമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ മോമിനുകളിൽപ്പെട്ടവരാകുമായിരുന്നു. അഥവാ ഒന്നുകൂടി ദുനിയാവിലേക്ക് ഞങ്ങളെ തിരിച്ചയക്കുകയാണെങ്കിൽ ഞങ്ങൾ മോമിനാകും. ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ സജ്ദയിൽ അബ്സർന വ സമിഅന ഫർജിഅന നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ, ഞങ്ങളിപ്പോൾ കേട്ടു കണ്ടു മനസ്സിലാക്കി, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ എന്ന് സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു, അങ്ങനെ അവർ പറയും പോലെ തിരിച്ചയച്ചാൽ എന്താ സംഭവിക്കുക? തിരിച്ചയച്ചാലും അവർ എന്താണോ അവർക്ക് നിരോധിച്ചിട്ടുള്ളത് അതിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുക എന്ന്. കാരണം അവരുടെ മനസ്സ് സത്യം എന്താണോ അത് അംഗീകരിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഒരു കൊല്ലത്തേക്ക് തിരിച്ചയച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പം അവർ പറയും 6 മാസം ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ, എന്നിട്ട് 6 മാസം ഉള്ളപ്പോൾ നന്നായിക്കൊള്ളാമെന്ന്. പിന്നത്തെ 6 മാസം കഴിയുമ്പോൾ പറയും 6 മാസം ഉണ്ടല്ലോ, 1 മാസം മതിയല്ലോ നന്നാവാൻ, 5 മാസം കൂടി ഒന്ന് ആസ്വദിക്കട്ടെ എന്നായിരിക്കും പറയുക. ഇങ്ങനെ നീട്ടിവെച്ച് കാരണം സത്യം അംഗീകരിക്കാനുള്ള മനസ്സുള്ളവൻ ഒറ്റ ചാൻസിൽ അംഗീകരിക്കുകയാണ് ചെയ്യുക, പിന്നീട് നീട്ടിവെക്കില്ല. അതേ സമയത്ത് ഇല്ലാത്തവർ നീട്ടിവെക്കും. അതാണ് അള്ളാഹു പറയുന്നത്, വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു, അവരാവശ്യപ്പെടുന്നത് പോലെ മടക്കി അയച്ചാലും അവർ നന്നാകാനൊന്നും പോകുന്നില്ല. എന്തൊക്കെയാണോ അവർക്ക് വിലക്കപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് അവർ തിരിച്ചു പോകുകയാണ് ചെയ്യുക. പക്ഷേ കരയും, അവിടുന്ന് തിരിച്ചയക്കുകയാണെങ്കിൽ നന്നായിക്കൊള്ളാമെന്ന് പറഞ്ഞ് കരയും എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. ഒരവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ മോമിനായേനെ എന്ന് മരിക്കുന്ന സമയത്ത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ലഅസ്സദ്ദഖ വഅകുൻ മിനസ് സാലിഹീൻ എന്ന്. അതുപോലെ തന്നെ ഫിറഔൻ മരിക്കുന്ന നേരത്ത് പറയുന്നത് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടല്ലോ, ബനി ഇസ്രായേലിയരുടെ വിശ്വസിച്ച ദൈവത്തിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നത്. അതുപോലെ പരലോകത്ത് വെച്ച് നടത്തുന്ന ഒരു വിലാപമാണ്. ആ കുറ്റവാളികൾ ഞങ്ങളെ വഴിതെറ്റിച്ചതാണ്, ഞങ്ങളിപ്പോൾ കുടുങ്ങിയിരിക്കുന്നു, ഇനിയൊരു ചാൻസ് തരികയാണെങ്കിൽ ഞങ്ങൾ നന്നായിക്കൊള്ളാമെന്ന്. ഇന്ന ഫീ ദാലിക ലആയ, ഇതൊരു ഒരു ദൃഷ്ടാന്തമാണ്, അല്ലെങ്കിൽ ഒരു തെളിവാണ്. അഥവാ ഈ അനുഭവം വന്നാൽ എന്തു ചെയ്യും ഞാൻ എന്ന് ഓരോരുത്തർക്കും ചിന്തിച്ചു നോക്കാവുന്ന ഒരു അടയാളമാണ് പറയുന്നത്. ഇതാണ് സ്ഥിതി എന്നെങ്കിൽ എന്തുണ്ടാകും? അങ്ങനെയുള്ളവരായത്ത്, അഥവാ മക്കാ മുശ്രിക്കുകൾ ആയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു തആല ഈ സൂറത്ത് തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, അവർക്ക് പാഠമാകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വിശദമായി പറഞ്ഞ ശേഷം ഇതേ വാചകമുണ്ട്, ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം എന്നതുപോലെ ഈ ചരിത്രവും ആയത്ത് ചോദിക്കുന്ന ആളുകൾക്ക് ഒരു ആയത്ത് തന്നെയാണ്. അഥവാ അവര് സൂറത്തിന്റെ തുടക്കത്തിലും അത് വന്നിട്ടുണ്ട്, ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം എന്ന്. അത് പറഞ്ഞിട്ടാണ് മൂസാ നബിയുടെ കഥയിലേക്ക് പോയത്. അത് പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആയത്താണ്. അഥവാ ഇത് കണ്ടു പഠിച്ചാൽ ഈ അവസ്ഥ വന്നാൽ എന്തായിരിക്കും സ്ഥിതി, വന്നേക്കുമോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ ഒരാൾക്ക് കാര്യം മനസ്സിലാകും. പക്ഷേ എന്താ സംഭവം? വമാ കാന അക്സറുഹും മുഅ്മിനീൻ, ഈ നശിപ്പിക്കപ്പെട്ട ജനതയുടെ സ്ഥിതി തന്നെയാണ് മക്കാ മുശ്രിക്കുകൾക്കും. അവർ അധികവും വിശ്വാസികളല്ല എന്നുമാകാം, ആയിരുന്നിട്ടില്ല എന്നുമാകാം. അല്ല എന്നാണെങ്കിൽ അല്ല എന്നിരിക്കെ എന്നും പരിഭാഷപ്പെടുത്താം. വമാക്കാന, ഇവരധിക പേര് മുഅ്മിനല്ലാതിരിക്കെ ഇതിൽ വ്യക്തമായ പാഠമുണ്ട് എന്നാകാം. അല്ലെങ്കിൽ ഇതൊരു പാഠമാണ്, ആ ആളുകൾ അവർ
ഈ ഫിറൗനിൻ്റെ നമ്രൂദിൻ്റെ ജനത, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ എതിരാളികളായിരുന്ന ആളുകൾ, അവരൊന്നും മൂമിനുകളായിട്ട് തീർന്നില്ല, അതുകൊണ്ട് അവർ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് എന്ന് സൂചിപ്പിക്കുകയും ആകാം. രണ്ടും പറ്റുന്ന തരത്തിലാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. ഫഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, നിശ്ചയം താങ്കളുടെ റബ്ബ് അവൻ തന്നെയാണ് അജയ്യനും കാരുണ്യവാനും. നേരത്തെ വിശദീകരിച്ചത് തന്നെ. അഥവാ അള്ളാഹു വിചാരിച്ചാൽ, തീരുമാനിച്ചാൽ അത് തന്നെ നടക്കും, അത് തന്നെ നടത്തും. അതോടൊപ്പം അങ്ങനെയുള്ള അജയ്യനായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് അവൻ അർ റഹീം ആയതുകൊണ്ട്. അള്ളാഹു അർ റഹീമാണ് എന്നതുകൊണ്ട് അൽ അസീസാണ് എന്ന് അല്ല എന്ന് വരുന്നില്ല. അള്ളാഹു തീരുമാനിച്ചത് തന്നെ നടക്കും. അല്ലാതെ എന്ത് ചെയ്താലും കാരുണ്യം കാണിക്കുകയല്ല ചെയ്യുക, ശിക്ഷിക്കുകയും ചെയ്യും ദുനിയാവിൽ വെച്ച് തന്നെ. എന്നാൽ ഇതുവരെ ശിക്ഷിക്കാത്തത് എന്തുകൊണ്ട്? അത് അർ റഹീം ആയതുകൊണ്ട്. അത് ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്ര വിവരണവും ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഗുണഭോക്താക്കളാകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹബ ഹമ്മിനാ വഗമ്മിനാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.